ഹലോ നിമിഷത്തേക്ക് എന്താണ് സംഭവം? ഇത് എന്താ ഇവന്മാർക്ക് എന്താ കഴപ്പണോ? ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. മര്യാദക്ക് ഞാൻ അവിടെ വെടി വെച്ചോണ്ടിരിക്കുന്നത് വെടിവീരന്മാരുടെ കാര്യം. ഫാനി മാഗ്നറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓ, സത്യം. വള്ളി രീതിയിലാണ് ഇപ്പൊ വരുന്നത്. പണ്ട് പെമ്പിള്ളേരെ ഇപ്പൊ വള്ളികളാണ്. അല്ല എന്താണ് സിറ്റുവേഷൻ? എങ്ങനെയാണ് തുടങ്ങിയത്? എനിക്കാകെ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. കാർലോ എന്താ പറഞ്ഞു എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല അതിലാണോ തുടങ്ങുന്നത്? അല്ല അതിന്റെ മുമ്പും പുറവും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ കാര്യം. അത് ആരൊക്കെ സിറ്റുവേഷൻ അറിയുന്നത്? ഫസ്റ്റ് ഇവർ നോർമലി മുതുക്കിൽ കണ്ടപ്പോ സംസാരിക്കത്തില്ലേ, അങ്ങനെ സംസാരിച്ചതാണ്. സംസാരിച്ച് നിൽക്കുന്ന ഇടയിൽ ഒരു റേഡിയോ നെക്കിട്ട് മുമ്പേ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇവന്മാർക്ക് ഒബിയസ്ലി ട്രിഗർ ആകത്തില്ല. അങ്ങനെ ട്രിഗർ ആയപ്പോൾ ഇവന്മാര് ഡയറക്റ്റ്ലി അങ്ങോട്ട് പറയാൻ തുടങ്ങി. അവന്മാരുടെ ഗ്യാങ്ങിനെ പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അവന്മാര് അപ്പൊ തന്നെ മൊയ്ലുവിനെ വലിച്ചിട്ട് ആ ഒരു രീതി മനസ്സിലായോ. ഞാൻ എന്തായാലും ആരും പറഞ്ഞു എന്ത് ആയിക്കോട്ടെ ലീഡറിനെ പറഞ്ഞ എന്തായാലും അത് എന്തായാലും ഉള്ള കാര്യം. ഇവന്റിന് ഒരു ഡമ്മീനെ വേണം, ഇവന്റിന് ഒരു ഡമ്മീനെ. അതാ ഇവർ ഉദ്ദേശിച്ചു. പക്ഷെ അത് നമുക്ക് ഒരു ബോധമുള്ള ആൾക്കറിയാം. ഹലോ ഹലോ ഹലോ, ലീഡറാണ്. നിങ്ങളെ ലീഡർ ആരാ? ഞാനാണ്. എന്താ പേര്? ബോസോ? ഓക്കെ ഓക്കെ. എന്താ എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? പേര് ബോസ് എന്നാ ബ്രോ. ആ ബോസാണ് ബ്രോ. മറ്റേ പച്ച മുടിയൊക്കെ ആണല്ലോ, ഫാൻ ബോയ് ആണോ? കേവിയുടെ ഫാൻ ബോയ് ആണോ? പച്ച മുടിയൊക്കെ ആണല്ലോ. ബ്രോ ഞാൻ മുതുക്കി നിക്കുവാ. അപ്പൊ ഈ ഡ്രൈക്കൺ എന്ന് പറഞ്ഞൊരു പുള്ളി വന്ന് എന്റെ അടുത്ത് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ മര്യാദക്ക് എന്റെ പേര് അല്ലല്ല ഡ്രൈക്കൺ എന്റെ അടുത്തോട്ടാണ് പേര് ചോദിച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു പുള്ളി. അല്ല ബ്രോക്ക് പേര് വെച്ചത് ഇഷ്ടപ്പെട്ടായിരുന്നു? അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ബ്രോ. ഞാൻ ഒന്ന് സിറ്റുവേഷൻ പേരും പറഞ്ഞില്ലേ? ഞാൻ എന്റെ പേര് പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. പേര് പറഞ്ഞു ഞാൻ എന്റെ പേര് പറഞ്ഞു, ഗ്യാങ് ഏതാന്ന് വെച്ച് ഗ്യാങ്ങും പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഡ്രൈക്കൻ പോയി വേറെ ഒരു പുള്ളി വന്നു. എന്നിട്ട് ആ പുള്ളി എന്നിട്ട് എന്താണ് പേരെന്താന്ന് ചോദിച്ചു. ബ്രോ ഞാൻ കേവിയിലുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വേറെ പുള്ളി വന്നിട്ടല്ലേ പറഞ്ഞു കേവി. എന്നിട്ട് ആ പയ്യൻ വന്ന് നമ്മളടുത്ത് എന്താണ് അതാണ് ഇതാണ് കൊറേ താറ്റണം, ബോസിനെ താറ്റണം, ഗ്യാങ്ങിനെ താറ്റണം, അങ്ങനെ വെയിറ്റ് ബ്രോ. ഞാൻ പറയട്ടെ ബ്രോ. നിങ്ങൾ പറഞ്ഞപ്പോ നമ്മള് മിണ്ടാണ്ടല്ലോ. അങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഈ ഡ്രൈക്കൺ നിന്ന പുള്ളി വന്ന് ഈ പുള്ളിയുടെ കൂടെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ നമ്മളെ താറ്റി നമ്മള് മിണ്ടില്ല. ഞാൻ എന്നിട്ട് ഈ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ബ്രോ ഓൾറെഡി ഒരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളി വീണ്ടും വന്ന് കൊണച്ചോണ്ടിരിക്കുവാണ് ഇങ്ങനെ. അപ്പൊ നമ്മളെന്തൊരു ഈ നമ്മളെ ലീഡറിനൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഓരോന്ന്. അങ്ങനെ എങ്ങനെയാണ് ലീഡർ, അതാണ് ലീഡർ, മറ്റേതാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ നിങ്ങളുടെ ലീഡറിനെ പേര് മെൻഷൻ ചെയ്താണ് പറഞ്ഞത്. നമ്മ നിങ്ങളുടെ ഗ്യാങ്ങിൽ ആരെയും മെൻഷൻ ചെയ്തു അത് ദീപർ ഈ ഡ്രൈക്ക് ഉണ്ട്. ഞാനാ? ദീം പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. നീ മറ്റേ ഡമ്മീന്ന് വിളിച്ചല്ലേ പറഞ്ഞത് ബ്രോ. ഡമ്മി എന്ന് പറഞ്ഞു നിങ്ങളുടെ ലീഡറിന്റെ പേര് ഇവിടെ ആരെങ്കിലും ഡമ്മിയാണോ? ഇവിടെ ആരെങ്കിലും ഡമ്മിയാണോ? നീ അവിടെ വിളിക്കണ്ട, പറയേണ്ട ആവശ്യം. അല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ മറ്റേ ഈ പച്ചവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞുതരാം. ഇപ്പൊ പച്ചവാണ പറയുമ്പോ മോസ്റ്റ്ലി അത് കേവിനെ കളിയാക്കിയിട്ട് ബാക്കിയുള്ളവർ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ഇതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഡെമ്മി പറഞ്ഞാൽ എന്നെ കളിയാക്കി പറയുന്നതാണ് ഓൾറെഡി മുന്നത്തെ സിറ്റുവേഷനിലാണ്. അപ്പൊ അത് ചോറ് എന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളത്ര പൊട്ടന്മാരൊന്നല്ല. ഒരാളൊരു കാര്യം പറയുമ്പോ മനസ്സിലാവും അത് കളിയാക്കിയിട്ടാണോ ഊക്കിയിട്ടാണോ നേരം വരെ എന്നുള്ളത്. അല്ലാണ്ട് ചോറിനെ നിന്നത് അല്ലാണ്ട്. മാറി ഇന്ന് എന്റെ ഗ്യാങ് മെമ്പറിനോട് എന്റെ ഗ്യാങ് മെമ്പർ മാറി ഇന്ന് നാളെ ഒരു ഈവന്റിന് ഡെമ്പി ആണോ എന്ന് പറഞ്ഞത് ബ്രോനെ മെൻഷൻ ചെയ്യുന്നതാണോ? എന്താ കിട്ടില്ല.
എടാ എല്ലാ കൊറേയൊക്കെ നമുക്കറിയാം. എടാ പൊട്ട എടാ അതാടാ പറയുന്നത്, നമ്മള് പൊട്ടന്മാരല്ല. നമുക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഊക്കാണോ കാണുന്നുള്ളത്. ഞാൻ ചുണ്ണിപ്പടാന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? അല്ല നാളൊക്കെ നിന്നൊക്കെ മുഖത്ത് നോക്കി ചവർ പെറുക്കിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗാർബേജ് ജോബ് ചെയ്യുന്നവർ പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ഒരുമാതിരി മറ്റേർത്ത ന്യായം പറഞ്ഞേക്കരുത്. പറഞ്ഞ നിങ്ങൾക്ക് പറയാതെ ആരെ പറയുന്നത്. ബോസിന്റെ അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങുന്നൊക്കെ പറയണ പിന്നെ നമ്മളെ മെൻഷൻ ചെയ്തല്ലേ ബ്രോ? അതാരെ തുടങ്ങി വെച്ചുള്ളത്? എന്നെ മൊണ്ണേന്ന് വിളിച്ചു. അല്ല ഇതാരെ തുടങ്ങിയത്? ആരെ തുടങ്ങിയത്? ഇവനാണ് വന്ന് തുടങ്ങിയത്. ഇവന്മാരാണ് വന്ന് തുടങ്ങിയത്. എന്റെ പൊന്നു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഗ്യാങ് ലീഡറിനെ മെൻഷൻ ചെയ്ത് പറയാൻ തുടങ്ങി നിങ്ങളുടെ പേര് വെച്ച നമ്മളിവിടെ. എടാ അതിന് മുന്നേ മുമ്പ് റേഡിയോയിൽ പറഞ്ഞാരാ? ബ്രോ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അടുത്താണാ പറഞ്ഞത്? ബ്രോ എന്റെ അടുത്ത് ഒരുത്തം വന്ന് ചോദിച്ച് വിക്കിമൊണ്ടാന്ന് വിസി പറഞ്ഞു, അല്ല മറ്റേ ഇതിൽ പറഞ്ഞ് റേഡിയോ പറഞ്ഞ്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഊമ്പേന്ന് റേഡിയോ പറഞ്ഞു. ഞാൻ വിളിച്ചോ നിന്നെ വിക്കുമുണ്ടാന്ന് ഞാൻ റേഡിയോ ഉള്ളവനെ അവനെ വിളിച്ചത് കൊണ്ടാണ് അതിന് റേഡിയോയിൽ റിപ്ലൈ കൊടുത്തത്. നമ്മളായിട്ട് ഒരു ഇതായിരിക്കും അവിടെ. വേറെ ബോസിനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ വേറെ ബോസിനെ പറഞ്ഞെങ്കിലോ ഞാൻ ചുണ്ണിപ്പാടെ കളിക്കുന്ന ബോസിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ അപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ടില്ല. നമ്മൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ടില്ല. മൊണ്ണെ വാണമേന്നെല്ലാം വിളിച്ചിട്ട് സിറ്റുവേഷൻ ആയിട്ടില്ലല്ലോ ആടെ കൊള്ളാം. അതെങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ ബ്രോയിനോട്? ഞങ്ങള് വേറൊരു സിറ്റുവേഷൻ നിൽക്കുവാണ്, ഞങ്ങൾ വേറെ സംസാരിക്കാൻ താല്പര്യമില്ല. ദേവൻ പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോ അയ്യോ ബ്രോ വേറെ സിറ്റുവേഷൻ ആണ്, താല്പര്യമില്ല, അതാണ്. അതിന് മുന്നേ ഞാൻ ഈ ബ്രോയുടെ അടുത്ത് പറഞ്ഞാണ് വേറെ സിറ്റുവേഷൻ ആണ് ബ്രോ. ഈ ബ്രോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് റേഡിയോയിലെ പറഞ്ഞു മറ്റേ അതിലെ പറഞ്ഞു പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ പറഞ്ഞാലും അത് കഴിഞ്ഞ പിന്നെ സിറ്റുവേഷൻ ഉണ്ടാണ്ടിരിക്കണം. നമുക്ക് എടുക്കാൻ താല്പര്യമില്ല. വേറെ എടാ എടുക്കണോ എടുക്കണ്ടെന്നാലും നീ അല്ലടാ തീരുമാനിക്കുക. എടാ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന് നീ അല്ല തീരുമാനിക്കണ്ടേ? നിങ്ങളല്ല തീരുമാനിക്കാനുള്ള, ഈ നമ്മുടെ ആളെ പറഞ്ഞിട്ട് നിങ്ങളല്ല തീരുമാനിക്കാനുള്ള എടുക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലെന്ന്. നമുക്ക് എടുക്കാൻ തോന്നിയാൽ നമ്മൾ എടുക്കും. ഇപ്പൊ എടുക്കാൻ തോന്നാത്തോണ്ട് നീ ഇങ്ങനെ നിക്കുന്നത് മനസ്സിലായോ? പേര് മെൻഷൻ ചെയ്തു. അപ്പൊ പറഞ്ഞു എന്ന് സമ്മതിക്കേ, ആ ഉറപ്പ് കാണിച്ചു. ആ പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ആ പറഞ്ഞു എടാ മൊണ്ണപ്പട്ടി കേക്ക് സംസാരമായ സ്ഥിതിക്ക് ഇത് ഇനിയിപ്പം സംസാരിച്ച് സോൾവ് ആക്കാൻ ഞാനൊരു കാര്യം പറയാം. ഇവിടുന്ന് അടിക്കണ്ട, പക്ഷെ ഇവര് ഇവിടുന്ന് വണ്ടി എടുത്ത് ലീവ് ചെയ്യല്ലോ. അപ്പൊ ഇത് എടുത്തോ, സിറ്റുവേഷൻ എടുത്തോ നോക്കി. കാരണം ഇവിടുന്ന് അടിച്ച് ഇവിടെ വെച്ചിട്ട് അടിക്കണ്ടേ? കൊടുക്കുമ്പോ ഇവന്മാരെ എല്ലാരും കിട്ടണം കൊടുക്കുക, മനസ്സിലേ? അല്ലെങ്കിൽ ഇവന്മാര് രണ്ടുപേരും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവര് ഗ്യാങ് ഹൗസ് എവിടാ?